നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ ലോഹങ്ങൾ എന്ന ചാപ്റ്ററാണ്. ലോഹങ്ങളുടെ പൊതുവായിട്ടുള്ള ചില സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോഹവസ്തുക്കളിൽ ഇത്തരത്തിലുള്ള തിളക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ലോഹവസ്തുക്കളിൽ കാണുന്ന ഇത്തരത്തിലുള്ള തിളക്കത്തിനെ നമ്മൾ വിളിക്കും ലോഹദ്യുതി. ലോഹവസ്തുക്കൾ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി എന്നറിയപ്പെടുന്നത്. ആഹാരം പാകം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷത? ആഹാരം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലോഹപാത്രങ്ങൾ സാധാരണയായിട്ട് അലൂമിനിയം, ചെമ്പ്, ഇരുമ്പ് എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് ഉയർന്ന ദ്രവണാങ്കം ഉണ്ടായിരിക്കും. താപത്തിനെ നന്നായിട്ട് കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ ഈ സവിശേഷതയെ താപചാലകത എന്ന് വിളിക്കുന്നു. വെള്ളി, അലൂമിനിയം, കോപ്പർ എന്നിവ താപചാലകങ്ങളാണ്. ലോഹങ്ങളിലെ ഏറ്റവും മികച്ച താപചാലകം എന്ന് പറയുന്നത് വെള്ളിയാണ്. ഇത്തരത്തിലുള്ള വൈദ്യുത കമ്പികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അലൂമിനിയം, കോപ്പർ എന്നീ ലോഹങ്ങളാണ് വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. അങ്ങനെ ലോഹങ്ങളുടെ 3 സവിശേഷതകളാണ് നമ്മളിന്ന് പഠിച്ചത്. ഒന്നാമത്തേതാണ് ലോഹദ്യുതി, രണ്ടാമത്തേത് താപചാലകത, മൂന്നാമത്തേത് വൈദ്യുത ചാലകത.